ഞാൻ ആക്ച്വലി ഒരു സൈക്കിൾ സ്റ്റണ്ടറാണ്, ബൈക്ക് സ്റ്റണ്ടറും കൂടിയാണ്. അപ്പോൾ ഇതെൻ്റെ ഏകദേശം ഒരു 3 കൊല്ലത്തൊരു ഡ്രീമായിരുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകാമെന്നുള്ളത്. അപ്പം എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി, ഒരുപാട് ആൾക്കാർ സപ്പോർട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എനിക്ക് ആകെയുള്ളൊരു കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. അപ്പോൾ നമ്മളെ കഴിവിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ ഇവരെ പോലത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാനൊക്കെ അവിടെ വരെ എത്തി. ഞാൻ ഇതിനു മുമ്പ് ഓൾ കേരള പോയിട്ടുണ്ടായിരുന്നു, 2ാമത് ഓൾ ഇന്ത്യ പോയിട്ടുണ്ട്, ഇപ്പം 3ാമത്തെയാണ് നേപ്പാളിലേക്ക് പോകുന്നത്, അടുത്ത കൺട്രിയിലേക്ക് പോകുന്നത് ഇപ്പോഴാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞാണ്. അപ്പോൾ ഒരു 4 മാസത്തെ പണിയെടുത്തു, പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ വേക്കലാണ് ഇപ്പോൾ. അതൊരു ഡ്രീമാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എൻ്റെ റൈഡ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ആലോചിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു ട്രക്കിംഗ് ഏരിയയാണ്. അവിടെ കയറിയ ആൾക്കാരൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് കയറിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ സൈക്കിളിൻ്റെ ഫ്രണ്ട് ടയറിലാണ്ട് കയറുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രചോദനമാവും അവിടെ കയറാൻ. പിന്നെ എൻ്റെ മെസ്സേജ് വരുന്നത് സേ നോ ടു ഡ്രഗ്സ് എന്നൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ എനിക്കൊരു ബാക്കപ്പ് സപ്പോർട്ട് ടീമുണ്ട് എൻ്റെ കൂടെ, ഗുഡ് ഫ്രൈഡേ എന്നുണ്ട്. ഇവരൊക്കെ സപ്പോർട്ടും പിന്നെ ഇതുപോലത്തെ നല്ല കുറേ ആൾക്കാരുള്ളത് കൊണ്ടും നമുക്ക് അവിടെ എത്താൻ പറ്റി. ഞാൻ ടെൻ്റ് അടിക്കലാണ്, പിന്നെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും, പിന്നെ രാത്രിക്കത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും, രാവിലത്തെയൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കലാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇപ്പം യൂസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും, ഇപ്പോൾ കത്തിയായാലും അതുപോലെ വണ്ടി ശരിയാക്കേണ്ട സൈക്കിൾ ശരിയാക്കേണ്ട സാധനങ്ങളായാലും എല്ലാം ഇതിലുണ്ട്. ഏകദേശം ഒരു 25-30 വെയിറ്റ് ക്യാരി ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ. വീട്ടിൽ പാരൻസ്, പിന്നെ ഏട്ടനനിയൻ, ഏട്ടന്മാരുണ്ട്, 3 ഏട്ടന്മാർ, ഒരു അനിയൻ, ഒരു അനിയത്തി, പിന്നെ അനിയത്തിക്കൊരു മോനും. ഇല്ലില്ല, ആരും വീട്ടിലൊന്നും ആരും സപ്പോർട്ടില്ല. കാരണം ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇത് മേ ബി കുറച്ച് കഴിഞ്ഞാൽ, കാരണം എൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ തന്നെ വരുന്നത് ഒരു നെഗറ്റീവ് ഷേപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ അടുത്തും അങ്ങനെ സപ്പോർട്ടില്ല വീട്ടിൽ. പക്ഷേ എൻ്റെ ആഗ്രഹം ആയതുകൊണ്ട് അവരെല്ലാവരും മൂളി തന്നു, വേറെ ഒന്നും. ഇതുവരെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഓൾ കേരള പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇന്ത്യയും പോകുന്ന സമയത്ത് ഞാൻ പോയത് ആ വഴിയായിരുന്നു, ഹൈവേ ടു ഹൈവേ ആയിരുന്നു പോയത്. ഇപ്രാവശ്യമാണ് ഞാൻ കുറച്ച് ഉള്ളു കയറി വരുന്നത്. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ആദ്യം പോകുന്ന സമയത്ത് ഈ വഴിയായിരുന്നു പോകുന്നത് നല്ലത്.
കാരണം അത്രയും സപ്പോർട്ടാണ് എനിക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയത്. ഇപ്പം പോലും ഞാൻ വെറുതെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. ഇപ്പം എന്താ എന്നെ കൂട്ടി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് വെള്ളം വാങ്ങി തന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് പോവാറ്. അപ്പോൾ ഇവരെല്ലാം പരിചയപ്പെടാൻ പറ്റിയതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഞാൻ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് കണക്ഷൻസ്, എനിക്കിപ്പോൾ എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു ബെനിഫിറ്റാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്.